നമസ്കാരം. ആസ്ട്രമിംസ് കോട്ടക്കലിൻ്റെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണിത്. ഇതിലെല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു വലിയൊരു ടീം ഓഫ് കാർഡിയോളജിസ്റ്റാണ്. നമ്മളൊരു ഏകദേശം 8 പേര് ഇവിടെ ഇന്ന് വന്നിട്ടുണ്ട് നമ്മളുടെ കൂടെ. ഓരോരോ ടോപ്പിക്കിനെ കുറിച്ചും ജനങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഡിസ്കഷനിൽ എൻ്റെ കൂടെ ഡോക്ടർ സുഹൈലുണ്ട്, അതുപോലെ ഡോക്ടർ ഗഗൻ ഉണ്ട്, ഡോക്ടർ ഇലിയാസ് ഉണ്ട്, ഡോക്ടർ മുസ്തഫ ഉണ്ട്, ഡോക്ടർ കാത്തറീൻ ഉണ്ട്, ഡോക്ടർ ജാസിം ഉണ്ട്, അതേപോലെ ഡോക്ടർ ഷഫീഖ് ഉണ്ട്. മുമ്പൊക്കെ നാട്ടിലുള്ള പ്രാക്ടീസ് നോക്കുമ്പോൾ അതിൽ ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ കാണുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നു, ആ ഡോക്ടറും ആ പേഷ്യൻറ്റും തമ്മിലുള്ള ബന്ധമാണ് ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ മേലെയുള്ള ഒരു പ്രാക്ടീസാണ് ഒരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഒരു പ്ലാന് ഡിസ്കസ് ചെയ്ത് അവരുടെ ചികിത്സ എങ്ങനെ വേണം എന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ചികിത്സ ഒരു പേഷ്യൻറ്റിന് കൊടുക്കുക എന്ന് പറയുന്നത്. അതൊരു കുറച്ചും കൂടി ഹൈ എൻഡ് ലെവലിലുള്ള നമ്മൾ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ചികിത്സാ രീതിയാണ്. അതാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു പേഷ്യൻ്റായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഡോക്ടർക്ക് എന്തായാലും റെസ്റ്റ് വേണം. ഇപ്പോൾ രാത്രി ഉറക്കം വേണം, സൺഡേ ഓഫ് വേണം, അങ്ങനെ പല കാര്യങ്ങൾക്കും ഡോക്ടർക്ക് 24 മണിക്കൂറും ഹോസ്പിറ്റലിൽ നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ പല സമയത്തുള്ള കെയറിലും ഒരു ഷോർട്ടേജ് വരും. അത് വരാതിരിക്കാൻ ടീം ഓഫ് ഡോക്ടേഴ്സ് ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ 24 മണിക്കൂറും കാർഡിയോളജിൻ്റെ സർവീസ് അവൈലബിൾ ആണ്. ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ടൊരു പേഷ്യൻറ്റ് എന്ന് വന്നാലും, ഞായറാഴ്ച വന്നാലും രാത്രി വന്നാലും എപ്പോൾ വന്നാലും ആ രോഗിക്ക് ആ കെയർ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻറ്റ് ഞാൻ ഈ സമയത്ത് അവൈലബിൾ അല്ല, ഇന്ന് ഡ്യൂട്ടിയിലൊരു ഡോക്ടർ ഉണ്ട്, ആ കാർഡിയോളജിസ്റ്റ് കണ്ടോളൂ. അപ്പോൾ എന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഞാൻ എത്തുമ്പോഴേക്കും ആ പേഷ്യൻ്റ് അപകടമില്ല. അപ്പോൾ ഞാൻ നാളെ പിറ്റേ ദിവസം വന്ന് കാണുന്ന സമയമാകുമ്പോഴേക്കും ആ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ സ്റ്റെബിലൈസ് ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ചില പ്രൊസീജിയേഴ്സ് ചില ഡോക്ടേഴ്സ് സ്പെസിഫിക്കലി അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അവർക്ക് അതിൽ ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടും. ഇപ്പോൾ ടീമിലെ ഓരോ ഡോക്ടേഴ്സും ഓരോരോ പ്രൊസീജിയേഴ്സിൽ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇതാണ് ഒരു ടീം വർക്കിൻ്റെ ഗുണം. ആ ടീമിനെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ആൻജിയോഗ്രാം കഴിഞ്ഞിട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ബ്ലോക്കുകൾ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്ലോക്കുള്ള രോഗിനോട് ബൈപ്പാസ് ആണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ബൈപ്പാസിന് ആ രോഗിക്ക് താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പണ്ട് സാധാരണ ബൈപ്പാസ് പറയുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. സാധാരണ ഒരുപാട് ബ്ലോക്ക്, 4-5 ബ്ലോക്ക് അല്ലെങ്കിൽ എല്ലാ രക്തക്കൊല്ലും ബ്ലോക്ക് എന്ന് പറയാം. കാൽഷ്യം ബ്ലോക്കുകൾ, ഹാർഡായ കാൽഷ്യം ബ്ലോക്കുകൾ, ഏറ്റവും മെയിൻ ഭാഗത്തിലെ ബ്ലോക്കുകൾ, ഈ പണ്ടടഞ്ഞ CTO എന്ന് പറയും, പണ്ട് വർഷങ്ങൾ 5 വർഷം 10 വർഷം 15 വർഷം അടഞ്ഞ ബ്ലോക്കുകൾ സിറ്റുവേഷൻസ് വരാം. അല്ലെങ്കിൽ ചില പേഷ്യൻസിന് കിഡ്നി പ്രശ്നം ഉണ്ടാവും, ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്ന അങ്ങനത്തെ പേഷ്യൻസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിനൊക്കെ പൊതുവെ ബൈപ്പാസ് പറയാം. പക്ഷേ ഇപ്പോൾ നമുക്ക് അഡ്വാൻസ് ടെക്നോളജി വഴിക്ക് അല്ലെങ്കിൽ സ്റ്റെൻറ്റിൽ പിന്നെ ബ്ലോക്ക് 5 മാസം കഴിഞ്ഞ് പിന്നെയും ബ്ലോക്ക് വരിക, അങ്ങനെ അപ്പോൾ ബൈപ്പാസ് പൊതുവെ പറയാം. ആ സിറ്റുവേഷൻസ് പണ്ട് ബൈപ്പാസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് പുതിയ ടെക്നോളജി വെച്ച് ആ ബ്ലോക്കൊക്കെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി വഴിക്ക് തന്നെ മാറ്റാൻ പറ്റും. ഇപ്പോൾ നമുക്കിപ്പോൾ കാൽഷ്യം ബ്ലോക്കുകൾ പുറക്കാല ഇപ്പോൾ റോട്ട ഡ്രില്ലേഴ്സ് ഉണ്ട്, IVL ഉണ്ട്, അങ്ങനത്തെ മെത്തേഡ്സ് ഉണ്ട്. കാൽഷ്യം നമുക്ക് പൊടിച്ച് കളയാൻ പറ്റും. ഇപ്പോൾ ലേസർ വന്നിട്ടുണ്ട്. ലേസർ നമുക്ക് കാൽഷ്യം സോഫ്റ്റൻ ചെയ്യാൻ പറ്റും. അതിനകത്ത് വേറെ സ്റ്റെൻറ്റിനുള്ളിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ലേസർ ചെയ്തിട്ട് അത് ബ്ലോക്ക് മാറ്റി നമുക്കത് സ്റ്റെൻറ്റിനുള്ളിലുള്ള ബ്ലോക്കുകൾ നമുക്ക് ഉരുക്കി കളഞ്ഞ് സ്റ്റെൻറ്റ് ചെയ്യാത്ത നമുക്ക് DCP റെക്കോർഡ് ബലൂൺ വെച്ചിട്ട് സ്റ്റെൻറ്റിങ് ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമുക്കത് ആ സ്റ്റെൻറ്റ് റീഫർബ് ചെയ്യുന്ന പോലെ ആക്കി കൊടുക്കാൻ പറ്റും. ബൈഫർക്കേഷൻ സ്ട്രാറ്റജികളുണ്ട്, അത് വെച്ച് തുറക്കാൻ പറ്റും. CTA പോലത്തെ നമുക്ക് ക്രോണിക് ഒരു അഡ്വാൻസ്ഡ് വയേഴ്സ് ടെക്നിക്സ് എല്ലാം വെച്ച് CTOs എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം പുതിയ ചുരുക്കി പറഞ്ഞാൽ ഒരു രോഗിനോട് ബൈപ്പാസ് പറഞ്ഞു കഴിയുമ്പോൾ ബൈപ്പാസിന് അദ്ദേഹത്തിന് പേടിയാണ് അല്ലെങ്കിൽ അതിനോട് തീരെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ ആൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതാണ് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. കിഡ്നി പേഷ്യൻസിന് ഇപ്പോൾ ഡൈ ഇല്ലാത്ത നമ്മൾ സീറോ മിനിമം കോൺട്രാസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ചെയ്ത കേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പലതും പണ്ട് ബൈപ്പാസ് പറഞ്ഞതൊക്കെ ബൈപ്പാസ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊരു വലിയൊരു ആശ്വാസമാണ്. ഒരുപാട് രോഗികൾ അങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. നമുക്ക് എല്ലാ ദിവസവും എന്നുള്ള നിലക്ക് നമുക്ക് അങ്ങനത്തെ കേസുകൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. CTO ആണെങ്കിലും കാൽഷ്യം ബ്ലോക്കുകളാണെങ്കിലും എല്ലാം. അപ്പോൾ അത് ഒരുപാട് ആൾക്കാർക്ക് വലിയൊരു ഉപകാരമുള്ള സമാധാനം കിട്ടുന്ന ഒരു ന്യൂസാണ്. അതായത് ബൈപ്പാസ് ഇല്ലാണ്ട് തന്നെ ആൻജിയോപ്ലാസ്റ്റിയിലൂടെ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ബ്ലോക്കുകൾ മാറ്റാൻ സാധിക്കും എന്നുള്ളത്. അടുത്തായിട്ട് ഡോക്ടർ ഗഗൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചത്. അപ്പോൾ അതിനേക്കാളും അതേപോലെ തന്നെ വ്യത്യസ്തമായൊരു സംഭവമാണ് ഹാർട്ടിൻ്റെ മിടിപ്പിൻ്റെ പേസ് മേക്കിംഗ് ആക്ടിവിറ്റീസ്. ഇപ്പോൾ നമുക്ക് പേസ് മേക്കറുകൾ ചിലപ്പോൾ ഘടിപ്പിക്കേണ്ട ആവശ്യം വരാറുണ്ട്. ഹാർട്ടിൻ്റെ പ്രവർത്തനം മോശമാണ്, അത് മിടിപ്പുകൾ കുറഞ്ഞു പോകുന്നു, തലയേറ്റി വീഴുന്നു, അതല്ലെങ്കിൽ പെട്ടെന്ന് മിടിപ്പ് തെറ്റിപ്പോകുന്നു, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ പേസ് മേക്കറിൽ നമുക്ക് കാർഡിയോളജിയിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ നല്ലത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലീഡ്ലെസ് പേസ് മേക്കർ എന്ന ടെക്നോളജിയെ കുറിച്ചാണ്. ഈ പേസ് മേക്കർ എന്നുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നത് ഈ മിടിപ്പ് കുറഞ്ഞ രോഗികൾക്കാണ്.
പൊതുവെ അത് കാണപ്പെടുന്ന നല്ല പ്രായമുള്ള വ്യക്തികളിലാണ്. ആദ്യമായിട്ട് ഹൃദയ സംബന്ധമായ മരുന്നുകൾ അല്ലെങ്കിൽ മറ്റു മരുന്നുകൾ ഒരുപാട് കഴിക്കുന്ന വ്യക്തികളായിരിക്കും. പേസ് മേക്കർ ലോകോത്തരമായി ചെയ്യുന്ന ചികിത്സയാണെങ്കിലും അതൊരു മൈനർ സർജറിയാണ്. അതിലൊരു മുറിവുണ്ടാക്കിയിട്ട് പേഷ്യൻ്റെ ശരീരത്തിൽ ഘടിപ്പിക്കുന്ന യന്ത്രമാണ്. സ്വാഭാവികമായിട്ടും മുറിവിൻ്റെ വേദന നമ്മൾ സാധാരണ പേസ് മേക്കർ നമ്മൾ വെക്കുന്നത് ഇവിടെ ചെറിയ മുറിവുണ്ടാക്കി ഇവിടെ വെക്കുന്നു, അതിൻ്റെ ഉള്ളിൽ നിന്ന് ലീഡ് എടുത്തിട്ട് ഹാർട്ടിലേക്ക് വെക്കുന്നു. ഇതാണ് നോർമലി വെക്കുന്നത്. അപ്പൊ ഇതിന് തടസ്സമുള്ള ആളുകൾക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ലീഡ്ലെസ് പേസ് മേക്കർ ഉപയോഗിക്കാം. ലീഡ്ലെസ് പേസ് മേക്കറിൽ പക്ഷേ മുറിവില്ല. അതായത് ഇപ്പോൾ ഈ പറയുന്ന മൊത്തം മെക്കാനിസം വളരെ അധികം സൈസ് ചുരുക്കിയിട്ട്, അതുകൊണ്ടാണ് ലീഡ്ലെസ് പേസ് മേക്കർ ഉണ്ട്. അപ്പോൾ അതിന് സൈസ് കുറവാണ്, നമുക്ക് മുറിവിൻ്റെ ആവശ്യം വരുന്നത് ഒരു കീ ഹോൾ പ്രൊസീജിയറാണ്. അത് തുടയുടെ ഞരമ്പ് വഴി ഹൃദയത്തിന്റെ ഭിത്തിയിലേക്ക് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി. അതായത് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ വെച്ചിരുന്ന ആ ഒരു പുറത്തത്തെ സാധനം ഈ ലീഡും കൂടി മൊത്തത്തിൽ ചെറുതാക്കിയിട്ട് അത് നേരെ ഹാർട്ടിന്റെ ഉള്ളിൽ കൊണ്ടുവെക്കുന്നു. ഹാർട്ടിന്റെ ഉള്ളിൽ ചെറിയൊരു ബുള്ളറ്റ് പോലത്തെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ക്യാപ്സ്യൂൾ പോലത്തെ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ ഉള്ളിൽ തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവർത്തനമായിക്കോളും. ഈ ഒരു ടെക്നിക്കും ഒറിജിനൽ പേസ് മേക്കറിന്റെ ഇതും തമ്മിൽ എന്താണ് ഒരു അഡ്വാൻറ്റേജ് കാണുന്നത്? നമ്മൾ ഈ നോർമൽ പേസ് മേക്കർ ഇടുമ്പോൾ അവിടെ മുറിവിന്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്, ഇതിൽ മുറിവ് വരുന്നില്ല. രണ്ട് ഈ മുറിവ് ഉണ്ടാക്കുമ്പോൾ ചില മരുന്നുകൾ, അപ്പൊ നമ്മൾ ആസ്പിരിൻ പോലത്തെ രക്തം കട്ടോടിക്കാർക്കുള്ള മെഡിസിൻ കഴിക്കേണ്ട ആൾക്കാർക്ക് പേസ് മേക്കർ വെക്കുമ്പോൾ അതൊരു പ്രയാസമാണ്, മുറിവുള്ളതുകൊണ്ട്. ഈ ഇതാവുമ്പോൾ അതില്ല, അത് വരുന്നില്ല. ഓക്കെ. പിന്നെ മുറിവ് സംബന്ധ വേദന ഇല്ല, മുറിവ് സംബന്ധ ഒരു ഇൻഫെക്ഷൻ ഇല്ല. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിടക്കണതും കുറവാണ്. യൂഷ്വലി ഒരു പേസ് മേക്കറിന് 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം വേണ്ടി വരാം. ഇതാവുമ്പോൾ ഒരു 24-48 മണിക്കൂറിൽ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി വീട്ടിൽ പെട്ടെന്ന് വിട്ടുപോ. അതായത് പെട്ടെന്ന് തന്നെ ഒരു വലിയൊരു പ്രൊസീജിയർ ചെയ്തെന്ന് പേഷ്യന്റ് കാണാൻ പോലും പറ്റൂല, ഒരു സ്ഥലത്ത് മനസ്സിലാവില്ല. പക്ഷെ ആ ഒരു സാധനം ഉള്ളിലുണ്ടാവും. നമ്മൾ പണ്ടൊക്കെ സിനിമയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് കണ്ടിരുന്ന ഹോളിവുഡ് മൂവിലൊക്കെ കാണുന്ന പോലത്തെ ഭയങ്കര ടെക്നോളജി അഡ്വാൻസ്മെന്റ് ആണ് വലിയൊരു സാധനത്തിന് ചെറുതാക്കി. അതേപോലെ നമ്മൾ പിന്നെ ചെയ്യുന്നത് ICD ചെയ്യുന്നത്. അതായത് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ രോഗികൾക്കും അല്ലാത്തവർക്കും പെട്ടെന്ന് ഹാർട്ട് താളം തെറ്റിയിട്ട് വരുന്ന ആളുകൾക്ക് നമ്മൾ MRI കോമ്പാറ്റബിൾ ആയിട്ടുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള മരണങ്ങൾ അവർക്ക് തടയാനും പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ പേസ് മേക്കർ റിലേറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളിപ്പോൾ കോട്ടക്കൽ മിംസിൽ ഏറ്റവും ആളുകൾ അറിയപ്പെടുന്ന ഒരു പ്രൊസീജിയർ എനിക്ക് തോന്നുന്നു ലേസർ ആൻജിയോപ്ലാസ്റ്റിയാണ്. നമ്മുടെ മുമ്പ് ചെയ്ത വീഡിയോസൊക്കെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ലേസർ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡോക്ടർ ഇലിയാസ് പറയും. അപ്പം എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഇപ്പം എന്ത് സിറ്റുവേഷനിലാണ് നമുക്ക് ലേസർ ആൻജിയോപ്ലാസ്റ്റി ഒരു അഡ്വാൻറ്റേജ്, ഒരു സാധാരണ ആൻജിയോപ്ലാസ്റ്റിനേക്കാളും ഇത് ലേസർ ആൻജിയോപ്ലാസ്റ്റിക്കാണ് നല്ലത് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എന്താണ്? ഒരു 4 സിറ്റുവേഷൻ ഉണ്ട്. അതിലാണ് നമുക്ക് മെയിൻലി ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റിന് വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന് ഹാർട്ട് അറ്റാക്കിൽ വേറെ പേഷ്യൻറ്റിൽ ഹാർട്ടിലെ രക്തക്കുഴലിൽ നമ്മൾക്ക് കൊഴുപ്പും ഉണ്ടാവും, രക്തക്കെട്ട് കൂടും. നമ്മൾക്ക് രക്തക്കെട്ട് കൂടുതലായിട്ടുള്ള പേഷ്യൻറ്റിക്കാണ് ഇത് ലേസർ ചെയ്യുമ്പോൾ നല്ലൊരു, അതായത് രക്തക്കട്ടകൾ കൂടുതലുള്ള ബ്ലോക്കുകൾ, അതായത് അറ്റാക്ക് വന്നിട്ട് രക്തക്കട്ടകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ, ഇന്നലെ കൂടി നമ്മളൊരു കേസ് ചെയ്തു. അപ്പോൾ ആ രക്തക്കട്ടകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ലേസ് ചെയ്യുമ്പോൾ രക്തക്കട്ടകനെ തള്ളിക്കളയാണ്ട് അതിനെ അലിയിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ലേസറിന് പറ്റും. അത് ഭയങ്കര നല്ല ഇമ്പോർട്ടൻസ് ആണ്. ത്രോംബസ് രക്തക്കട്ട വരുമ്പോൾ ചെയ്യുന്നത്. ഓക്കെ. മറ്റേത് ആൾറെഡി ആൻജിയോപ്ലാസ്റ്റി ചെയ്ത പേഷ്യൻറ്റ് ഒരു സ്റ്റെൻറ്റ് വെച്ചിട്ട് ഒരു 7 കൊല്ലമോ 10 കൊല്ലമോ ആയ പേഷ്യൻറ്റ് അത് തിരിച്ച് അടഞ്ഞു പോകും. അതെ. ഇപ്പം ഡോക്ടർ സുഹൈൽ പറഞ്ഞതാണ്, ഓൾറെഡി സ്റ്റെൻറ്റ് ഇട്ടിട്ട് വീണ്ടും ബ്ലോക്ക് വരുമ്പോൾ വീണ്ടും അതിൻ്റെ ഉള്ളിൽ നേരിട്ട് സ്റ്റെൻറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ലേസർ ചെയ്തിട്ട് ആ ഉള്ളിലത്തെ ബ്ലോക്കൊക്കെ മാറ്റി ക്ലീൻ ആക്കിയതിന് ശേഷം, പലപ്പോഴും സ്റ്റെൻറ്റ് ഇല്ലാണ്ട് നമുക്ക് ഈ ഡ്രക്കോട്ടഡ് ബലൂൺ എന്ന് പറഞ്ഞാൽ ബലൂൺ വെച്ചിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റെൻറ്റ് ഇല്ലാണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ. മൂന്നാമത്തെ ബൈപ്പാസ് ചെയ്ത പേഷ്യൻറ്റ്. ബൈപ്പാസ് നമ്മൾ പൊതുവെ നമ്മൾക്ക് കുറേ ബ്ലോക്ക്സ് ഉള്ള പേഷ്യൻറ്റ് നമ്മൾ കാലിന് ആർമൊക്കെ എടുത്ത് വെച്ചിട്ട് ബൈപ്പാസ് ചെയ്യും. ബൈപ്പാസ് ചെയ്ത പേഷ്യൻസ് അവർക്കും തിരിച്ച് ബൈപ്പാസ് ചെയ്ത രക്തക്കുഴൽ അടഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ അതിലും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ബൈപ്പാസ് ചെയ്ത ഗ്രാഫ്റ്റ് വെസലിൻ്റെ ഉള്ളിലുള്ള ബ്ലോക്കുകളിലും മിക്കവാറും ത്രോംബസ് രക്തക്കട്ടയായിരിക്കും. അപ്പോൾ അത് നേരിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിനേക്കാളും നല്ലത് ലേസർ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് സ്റ്റെൻറ്റ് ഇല്ലാണ്ട് അത് ചെയ്യാനും പറ്റും. അതേപോലെ നല്ല ക്വാളിറ്റി റിസൾട്ട് ഉണ്ടാക്കാനും സാധിക്കും. ശരിയാണ്. മറ്റേതൊരു CT1 പറഞ്ഞു. CT1 പറയുമ്പോൾ നമ്മൾക്ക് കുറേ വർഷങ്ങളായിട്ട് അടച്ചു പോയ ബ്ലോക്ക്, അത് നമ്മൾക്ക് ആദ്യം വയർ ചെയ്തിട്ട്, പിന്നെ പൊതുവെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ ആദ്യം വയർ ചെയ്യും, പിന്നെ നമ്മൾക്ക് ബലൂൺ വെച്ചിട്ട് ഈ ബ്ലോക്ക് കുറച്ച് മാറും. അത് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻ വയർ മാത്രം പോയിട്ട് ബലൂൺ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ പോയി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ സ്റ്റക്കായി പോകും. അങ്ങനെയുള്ള പേഷ്യൻറ്റിക്ക് നമുക്ക് ലേസർ ചെയ്താൽ ബലൂൺ അവിടെ ഭയങ്കര അതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബൈപ്പാസ് പറഞ്ഞിട്ട് അത് വേണ്ടാന്ന് വെച്ച് ആൻജിയോപ്ലാസ്റ്റിക് വന്ന രോഗിനെ മണിക്കൂറുകൾ നിന്ന് ആ ബ്ലോക്കിൻ്റെ CTO ഇതിൻ്റെ അപ്പുറത്തേക്ക് വയർ കടത്തിയതിന് ശേഷം ഒരു ബലൂൺ പോലും അങ്ങോട്ട് കടക്കാത്ത സിറ്റുവേഷൻസ് പണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ലേസർ ഇല്ലെങ്കിൽ അവിടെ നിർത്തി വീണ്ടും ബൈപ്പാസിന് പോകേണ്ടി വരും. ലേസർ ഉണ്ടെങ്കിൽ
ആ ലേസർ ഇട്ട് കഴിഞ്ഞാൽ അത് ഫുള്ള് കടക്കുന്നതോടുകൂടി പിന്നെ ബലൂൺസും കാര്യങ്ങളും കടക്കും. ക്ലാസിക് 4 ഇൻഡിക്കേഷൻസ് ആണ് ലേസറിൻ്റെ. ഇത് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര നല്ല റിസൾട്ട്സ് ആണ് ലേസർ ആൻജിയോപ്ലാസ്റ്റിയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഡോക്ടർ മുസ്തഫാൻ്റെ അടുത്താണ്. ഇപ്പം പൊതുവേ എല്ലാവർക്കും അറിയാം, അത്ര പരിചയമില്ലാത്തൊരു ടോപ്പിക്കാണ് ഇമേജ് ഗൈഡഡ് ആൻജിയോപ്ലാസ്റ്റി. അതായത് നമ്മൾ സ്കാനിങ് ചെയ്തിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ സാധാ ആൻജിയോപ്ലാസ്റ്റിനേക്കാളും അത് നല്ലതാണെന്നുള്ള പഠനങ്ങൾ വരുന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഈ സ്കാനിങ്, എന്താണ് ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്നൊന്ന് പറഞ്ഞു. അതായത് നമ്മൾ നോർമൽ ആൻജിയോഗ്രാം ചെയ്യുമ്പോഴേ ഹാർട്ടിൻ്റെ രക്തക്കുഴലിലേക്ക് ഒരു ഡൈ, അതായത് ഒരു മഷി പോലുള്ള ഒരു ദ്രാവകം കുത്തി വെച്ചിട്ടാണ് നമ്മളത് ഒരു എക്സ്റേ അല്ലെങ്കിൽ ഫ്ലൂറോസ്കോപ്പ് ചെയ്ത് ഇമേജ് ചെയ്യുന്നു. അവിടെ നമുക്ക് ബ്ലോക്കാണ് കാണുന്നത്. അതിൽ എത്രത്തോളം അവിടെ പിന്നെ ഡയമീറ്റർ ചുരുങ്ങിയിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളാണ് കാണുന്നത്. പക്ഷെ അതിൻ്റെ പ്രോപ്പർട്ടി, ഈ ബ്ലോക്കിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അതായത് ആ ബ്ലോക്ക് ഉണ്ടാക്കിയ സാധനം അതിൻ്റെ ഉൾഭാഗം, ആ ബ്ലോക്കിൻ്റെ ഉൾഭാഗം എന്താണെന്ന് നമുക്ക് ആൻജിയോഗ്രാമിൽ അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് പുറത്തുനിന്ന് ഈ ഡൈ വെച്ചിട്ട് നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുന്നു. പക്ഷേ ഇമേജിങ്ങിൽ ചെയ്യുന്നത് ഈ രക്തക്കുഴലിനകത്ത് റിയൽ ടൈമിൽ ഒരു ക്യാമറ കടത്തി വിടുന്നുണ്ട്. ഈ ക്യാമറ കടത്തി വിട്ടിട്ട് അത് റിയൽ ടൈമിൽ ഇമേജ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആ രക്തക്കുഴലിൻ്റെ ഉൾവശം കറക്റ്റായിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് കാണുന്നത് പോലെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ബ്ലോക്കിൻ്റെ കണ്ടൻറ്റ് എന്താണ്, കാൽഷ്യമാണോ ലിപ്പിഡാണോ കൂടുതലുള്ളത്, അല്ലെങ്കിൽ മുന്നേ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആളാണെങ്കിൽ ആ സ്റ്റെന്നിനകത്ത് ബ്ലോക്ക് വന്നതിൻ്റെ മെക്കാനിസം എന്താണ്, രക്തക്കുഴലിൽ വിള്ളലാണോ വന്നിട്ടുള്ളത്, ഡിസെക്ഷൻ പോലത്തെ സംഭവമാണോ, ഇവ സംഭവങ്ങൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാനും അതുവഴി കുറച്ചും കൂടി പ്രിസൈസായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ട് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. അതിൽ വേറൊരു സംഭവം ഞാൻ കണ്ടിരിക്കുന്നത്, ഈ സ്കാനിങ്ങിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ പ്രിസിഷനാണ്, അളവിലുള്ള പ്രിസിഷനാണ്, മെഷർമെൻറ്റിലുള്ള പ്രിസിഷനാണ്. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ചെയ്യുന്ന സ്റ്റെൻറ്റ് ആൾക്ക് അറിയാൻ വേണ്ടിയിട്ട് വെച്ചാൽ നമ്മൾ 2.5 മില്ലിമീറ്ററിൻ്റെ സ്റ്റെൻ്റ് ആയിരിക്കും ചിലപ്പോൾ ഇടുക, 2.75 മില്ലിമീറ്ററിൻ്റെ സ്റ്റെൻ്റ് ആയിരിക്കും ഇടുക, അല്ലെങ്കിൽ 3 മില്ലിമീറ്ററിൻ്റെ സ്റ്റെൻ്റ് ആയിരിക്കും ഇടുക. ഈ ഓരോ സ്റ്റെൻ്റ് തമ്മിലും 1 മില്ലിമീറ്ററിൻ്റെ 4/1 വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോൾ 2.75 മില്ലിമീറ്റർ ഇടേണ്ട സ്ഥലത്ത് 2.5 മില്ലിമീറ്ററിൻ്റെ സ്റ്റെൻ്റാണ് ഇടുന്നതെങ്കിൽ ആ സ്റ്റെൻ്റ് അധികകാലം നിലനിൽക്കാനുള്ള ചാൻസ് ഇല്ല, കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം 2.75 2.75 ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്റ്റെൻ്റ് നിലനിൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതൽ. അത്ര കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ് ആൻജിയോഗ്രാമിൽ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. ചിലപ്പോൾ കിട്ടും, എല്ലാ കേസിലും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനത്തതിൽ ആ പ്രിസിഷനിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ഇമേജ് ഗൈഡഡ് ആക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനോട് ചേർന്നിട്ട് നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഐവസ് നിർസ് ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞോളൂ. ഇമേജിങ്ങിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഇൻട്രൊഡക്ഷനാണ് നമ്മൾ നിർസ് എന്ന് പറയും. അതായത് നിയർ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന സംഭവം. ഇതിൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലപ്പോഴും നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ഒരു 70% 60% ബ്ലോക്ക് കാണുമ്പോൾ അതിൽ ഓക്കെ മെഡിക്കൽ മാനേജ്മെൻറ്റ് മരുന്ന് കഴിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഒരു അസംഷനിൽ വിടും. അതായത് മുന്നത്തെ പതിവ്. ഇപ്പോൾ ഈ നിർസ് വന്നതോടുകൂടി ഈ ബ്ലോക്കിൻ്റെ കണ്ടൻറ്റ് എന്താണ്, അതായത് അടുത്ത നിയർ ബൈ ഫ്യൂച്ചറിൽ അത് പൊട്ടിയിട്ട് അതിലെ കണ്ടൻസ് പുറത്തേക്ക് വന്നിട്ട് ഒരു അറ്റാക്കിലേക്ക് പോകാൻ സാധ്യത ഉണ്ടോ. അപ്പോൾ എല്ലാ 70% ബ്ലോക്കിനും ഒരേപോലെ അറ്റാക്ക് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവില്ല. ചില ബ്ലോക്കുകൾ ഭയങ്കരമായിട്ട് വൾണറബിൾ ആയിരിക്കും, പൊട്ടാനും അറ്റാക്ക് ഉണ്ടാകാനും സാധ്യത. അപ്പോൾ ഈ വൾണറബിൾ പ്ലാക്കിനെ നമുക്ക് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ ഈ നിർസ് കൊണ്ട് ഭയങ്കരമായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈവൺ ഒരു 70% ബ്ലോക്കാണ്, പക്ഷേ അതിൽ ലിപ്പിഡ് കണ്ടൻറ്റ് ഭയങ്കരമായിട്ട് കൂടുതലാണെന്ന് ഈ നിർസ് പറയുകയാണെങ്കിൽ നമുക്കത് സേഫായിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാമെന്ന് പറയും. അപ്പോൾ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് നമുക്ക് വരാൻ പോകുന്ന ഒരു ഹാർട്ട് അറ്റാക്കിന് ഒരു ലൈഫ്. അതിന് മറ്റേ സൈഡും ഉണ്ട്. അതേപോലെ 70% നമ്മൾ നഴ്സ് ചെയ്തു, ഒരു കുഴപ്പമില്ല, ഫാറ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണ്ട, മെഡിസിൻ വെച്ച് മുന്നോട്ട് പോവാം, ധൈര്യമായിട്ട് പോവാം, ഒരു പ്രശ്നം വരാനുള്ള ചാൻസ് കുറവാണ് എന്ന് കൃത്യമായിട്ട് പറയാനും അഷുറൻസ് കൊടുക്കാൻ പറ്റും. നമുക്കും ഒരു ധൈര്യം കിട്ടും. മറ്റേ നമുക്കും ഉള്ളിൽ ഇത് ഇനി വിട്ടാൽ ഇനി അറ്റാക്ക് വരുമോ എന്നുള്ളൊരു പേടി നമുക്കും ഉണ്ടാവും. അതേസമയം നഴ്സിൽ കുഴപ്പമില്ല, ഫാറ്റ് വളരെ കുറവാണ്, അതിൻ്റെ LCBA ഇൻഡെക്സ് ഒക്കെ വളരെ കുറവാണ് എന്ന് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണമെങ്കിൽ മെഡിസിൻ കഴിച്ച് നോക്കാം എന്നുള്ള ഒരു ആസ്പെക്റ്റും വരും. അതേപോലെ തന്നെ ചെറിയ ബ്ലോക്കുകളിൽ തന്നെ ഇപ്പോൾ LCBA ഒക്കെ ഭയങ്കര കൂടുതലാണെങ്കിൽ നല്ല സ്ട്രോങ് മെഡിസിൻസ് തന്നെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ PCM ഇഞ്ചക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ ബ്ലോക്ക് മാറ്റാണ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കാനും നല്ല ഇമേജിങ് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും.